Audio Jungle. Audio Jungle. എന്തെങ്കിലും പച്ചക്കറി വെക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ അച്ചിങ്ങ കിടപ്പുണ്ട്. ചില സ്ഥലത്ത് അച്ചിങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് പയറെന്ന് പറയും. അപ്പോൾ ഞാൻ അത് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതപ്പോൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കായും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു സവാള അരിഞ്ഞെടുത്ത് അതിലോട്ട് കുറച്ച് ഉണക്കമുളകും വേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അതിനുശേഷം ഒരു അര സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ്. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പയർ ഒടിച്ച് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പയർ നല്ലതുപോലെ ഒന്നിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു 5 മിനിറ്റ് ശേഷമാണ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഈ പയറൊന്ന് അടച്ച് വെക്കുവാണ്. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു തുറന്ന് നോക്കുമ്പോൾ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ കായും കൂടി വേവിച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഓൾറെഡി ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കായും പയറും കൂടി മെഴുക്ക് വരട്ടി വെക്കുന്നത്. അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ശേഷം അത് രണ്ടും തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് നല്ല സൂപ്പറായിട്ടും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്താണ് ഇന്നത്തെ ഊണ് കഴിക്കൽ. അപ്പോൾ ഉച്ച സമയമാണ്. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചോ? അപ്പോൾ ഞാൻ എന്തായാലും ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇട്ട് കാണാൻ. ബൈ ബൈ.